അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബ ജീവിതം എടുത്തു പറഞ്ഞിട്ട് അവിടുത്തെയുടെ ഭാര്യമാരുമായിട്ടുള്ള അവിടുത്തെയുടെ നിമിഷങ്ങളെ എടുത്തു പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹത്തിന്റെ ഭാഗങ്ങളും ആ ഹദീസുകളും എടുത്തു പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചിരിക്കുന്നു. നുബൂർ ശർമ്മ എന്ന് പേരുള്ള ഒരു വൃത്തികെട്ട ഒരു ജന്തു. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് പ്രവാചക പുങ്കവരെ പറയുന്ന സദസ്സാണ്, പ്രവാചകരെ പ്രകീർത്തിക്കുന്ന സദസ്സാണ്, മഹത്വമുള്ള ഒരു സദസ്സാണ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു യുവജന പ്രസ്ഥാനം നടത്തുന്ന ഒരു സദസ്സാണ്, ഒരുപാട് മഹത്വങ്ങളും പ്രത്യേകതകളും ഈ സദസ്സിലുണ്ട്. എങ്കിൽ തന്നെയും ഈ സദസ്സിൽ നുബൂർ ശർമ്മയെ പോലെ, നവീൻ കുമാർ ജിൻഡാലിനെ പോലെ, RSS BJP എന്നതുപോലെ നിന്ദ്യരാക്കപ്പെട്ട നികൃഷ്ടരാക്കപ്പെട്ട ഒരുപാട് ജന്തുക്കളുടെ പേരുകൾ ഈ സദസ്സിൽ നമുക്ക് പരാമർശിക്കപ്പെടേണ്ടി വരും. പുണ്യമാക്കപ്പെട്ട സദസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവറ്റകളുടെയൊന്നും പേര് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. വിശുദ്ധ ഖുർആൻ ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി പ്രതിഫലമുള്ള ഒരു ഗ്രന്ഥമാണല്ലോ. എങ്കിൽ പോലും ഖുർആനിൽ ഇബ്ലീസിനെ പറ്റി പറയുന്നുണ്ട്, ശൈത്വാനെ പറ്റി പറയുന്നുണ്ട്, ഫിർഔനെ പറ്റി പറയുന്നുണ്ട്. ഇവറ്റകളൊക്കെയും ശപിക്കപ്പെട്ടവരാണല്ലോ. അതുകൊണ്ട് ഈ പ്രവാചക പ്രകീർത്തന സദസ്സിൽ വെച്ചുകൊണ്ട് ഈ ജന്തുക്കളുടെയൊക്കെ പേരുകളും നമുക്ക് പറയേണ്ടി വരുമെന്ന് ആദ്യം തന്നെ ഈ സദസ്സിനോട് ഞാൻ പറയുകയാണ്. ആരെ ആക്ഷേപിച്ചത്? അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരുടെ കുടുംബജീവിതം എടുത്തു പറഞ്ഞിട്ട് ആക്ഷേപിക്കുക. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകൾക്ക്, ഇവിടുത്തെ RSSകാരോട് പറയാനുള്ളത്, ഞാനൊരു കാര്യം പറയട്ടെ. RSS എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ഹിന്ദു സമൂഹത്തെയാണ് നാം അഭിസംബോധന ചെയ്യുന്നതെന്ന് ഒരിക്കലും കരുതരുത്. പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇവിടുത്തെ ഹിന്ദു സമൂഹം ഇവിടുത്തെ മുസ്ലിമുകളോടൊപ്പമാണ്, ഇവിടുത്തെ ഹിന്ദു സമൂഹം ഇന്ത്യ രാജ്യത്തോടൊപ്പമാണ്, ഇവിടുത്തെ ഹിന്ദു സമൂഹം പ്രവാചക നിന്ന നടത്തിയ RSSകാർക്കെതിരായിട്ടാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹം അതിൽ വേദനിക്കുന്ന മുസ്ലിമുകളോടൊപ്പമാണ്. അതുകൊണ്ട് നാം ഇവിടെ RSSനെ പറയുമ്പോൾ സാധാരണ ഹിന്ദു സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നു എന്നൊരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകൾ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ഹബീബിനെ ആക്ഷേപിച്ച RSSനോട്, അവർക്ക് സംരക്ഷണം കൊടുത്ത RSSനോട്, ഹബീബായ റസൂലിന്റെ കുടുംബ ജീവിതത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ പ്രവാചക പുങ്കവരെ ആക്ഷേപിക്കുന്നത്? അത് പറഞ്ഞതായ ആളുകളെ നിങ്ങൾ സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എന്നാൽ ഞങ്ങൾ പറയുന്നു, ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകൾ പറയുന്നു, ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സംഘടനകളും പ്രസ്ഥാനങ്ങളും പറയുന്നു, ഇന്ത്യ രാജ്യത്തെ മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നു, പരസ്യമായി ഏത് വേദിയിലും ഏത് ജനങ്ങളുടെ മുന്നിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ ജീവിതം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മഹദിയായ ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതം മുതൽ ഇങ്ങോട്ട് തുടങ്ങി ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം പ്രവാചക പുങ്കവർ ജീവിച്ച ഓരോ നിമിഷങ്ങളും എടുക്കുവാനും, ആ ഹദീസുകൾ എടുക്കുവാനും, ആ ചരിത്രങ്ങൾ എടുക്കുവാനും, അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ച ചെയ്യുവാനും വിശദീകരിക്കുവാനും ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സംഘടനകൾക്ക്, ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾക്ക്, ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് സാധ്യമാകും. എവിടെയും ഞങ്ങളത് ചർച്ച ചെയ്യുകയാണ്. മറിച്ച് RSSനോട് ഞങ്ങൾ ചോദിക്കുന്നു, പ്രവാചക പുങ്കവരുടെ ജീവിതം വെച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ RSSനെ കൊണ്ട് സാധിക്കുമോ? ഹബീബായ റസൂലിന്റെ കുടുംബ ജീവിതത്തെയാണ് നിങ്ങൾ ആക്ഷേപിച്ചതെങ്കിൽ ഞങ്ങൾ പറയുന്നു, പുണ്യ ഹബീബിന്റെ ജീവിതം ഞങ്ങൾ ഏത് തുറന്ന വേദിയിലും ചർച്ച ചെയ്യാം. എന്നാൽ മറുഭാഗത്ത് ഒരു നല്ല കുടുംബ ജീവിതം നയിച്ച, നല്ല നിലയിൽ ഭാര്യയെ പോറ്റി വളർത്തിയ, നല്ല നിലയിൽ ഒരു വൃത്തിയോടുകൂടി കുടുംബ ജീവിതം നയിച്ച നിങ്ങളുടെ 920 ഇന്നലകളിലുള്ള RSSന്റെ നേതാക്കന്മാർ മുതൽ 2022 നരേന്ദ്രമോദി വരെയുള്ള നിങ്ങളുടെ നേതാക്കന്മാരിൽ നിന്ന് നല്ലപോലെ കുടുംബജീവിതം നയിച്ച നട്ടെല്ലിനുറപ്പുള്ള ഒരാൺകുട്ടിയുടെ ജീവിതം മുന്നോട്ട് വെക്കാൻ RSSന്റെ വൃത്തികെട്ട പ്രത്യയ ശാസ്ത്രത്തിന് സാധ്യമാകുമോ? ഇന്ത്യയിലെ മുസ്ലിമുകൾ വെല്ലുവിളിക്കുകയാണോ ഈ RSSകാരന്മാരെ കൊണ്ട്? പറ്റുമോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും RSSകാരുണ്ട് എങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരുടെ ഗുരുജിമാരുടെ ജീവിതമൊക്കെ എന്നെടുത്ത് പഠിച്ചു നോക്കണം. പറ്റുമോ? വൃത്തിയോടുകൂടി കുടുംബജീവിതം നയിച്ച ഒരുത്തന്റെ ജീവിതം ഒന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ചാണകമാണ് ലോകത്തെ ഏറ്റവും നല്ല ഭക്ഷണമെന്ന് കരുതുന്നവർക്ക് അത് സാധിക്കുമോ?
ഗോമൂത്രമാണ് ഏറ്റവും നല്ല പാനീയമെന്ന് കരുതുന്നവർക്ക് അത് സാധിക്കുവോ? ചാണകത്തിൽ മുങ്ങി നടക്കുന്ന, തലച്ചോറിൽ ചാണകച്ചേറുമേന്തി നടക്കുന്ന, ചാണകം രുചിക്കുന്ന നാവും കൊണ്ട് നടക്കുന്നവർക്ക് ഞങ്ങളുടെ ഹബീബിന്റെ പേര് പറയാനുള്ള യോഗ്യതയെങ്കിലും ഉണ്ടോ? എന്താ കരുതിയത്? ആരാ ഞങ്ങളുടെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ? ഈ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആരാ? അഫ്സൽ കാസിമിയെ പോലെ ഒരാൾക്ക് മണിക്കൂറുകളോളം പ്രഭാഷണം നടത്തി പ്രവാചകൻ ആരാണ് എന്ന് പരിചയപ്പെടുത്തി അവസാനിപ്പിക്കാൻ സാധ്യമാകില്ല. ലോകത്തെ എത്ര വലിയ പ്രഭാഷകന്മാരുണ്ട് എങ്കിലും, എത്ര വലിയ എഴുത്തുകാരുണ്ട് എങ്കിലും, ഹബീബായ റസൂലിന്റെ വർണ്ണനകളെ പറ്റി പറയാൻ തുടങ്ങിയാൽ, അവിടുത്തെയുടെ മഹത്വങ്ങളെ പറ്റി പറയാൻ തുടങ്ങിയാൽ, അവിടുന്ന് ഈ ലോകത്തിൽ ആരായിരുന്നു എന്ന് പറയാൻ തുടങ്ങിയാൽ മാസങ്ങളും വർഷങ്ങളും എടുത്താലും അതൊന്ന് അവസാനിപ്പിക്കാൻ സാധില്ല. അത്രത്തോളം വിശാലമായ സമുദ്രം പോലെ പടർന്നു കിടക്കുന്ന, പന്തലിച്ച് കിടക്കുന്ന, വിശാലമായി കിടക്കുന്ന ഒരുപാട് സന്ദേശങ്ങൾ ജീവിതത്തിൽ നമുക്ക് പകർത്തി തന്ന പ്രിയപ്പെട്ട പ്രവാചകർ മുത്തുള്ളി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്ത് കരുതി? ആത്മീയതയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ജീവിതമായിരുന്നു ആ പ്രവാചകർ നമ്മെ പഠിപ്പിച്ചിരുന്നത്. പള്ളിയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ജീവിതമായിരുന്നു ആ പ്രവാചകർ പഠിപ്പിച്ചത്. സാധാരണ നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട് അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ എന്ന്. അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ എന്ന് പറയാറുണ്ട്. എന്നാൽ ഞങ്ങൾ പറയുന്നു അതല്ല, അതിനപ്പുറം മറ്റെന്തെങ്കിലും പറയാനുണ്ട് എങ്കിൽ അതുകൂടി ചേർത്താലും അവിടെയൊക്കെയും ലോകത്തിന് മാതൃകയായിരുന്നില്ലേ മുത്തുള്ളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? ഒരു അധികാരി എങ്ങനെയായിരിക്കണം പ്രവാചകർ പഠിപ്പിച്ചു തന്നില്ലേ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് അധികാരത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ മദീനയിലെ 30-ലധികം വരുന്നതായ ഗോത്ര വിഭാഗങ്ങളുണ്ട്, അവിടുത്തെ കുടുംബക്കാരുണ്ട്, അവിടുത്തെ ജൂതന്മാരുണ്ട്. ഇവരെല്ലാം ഒന്ന് ചേർത്തുകൊണ്ട് മനുഷ്യർക്കെല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാൻ സാധ്യമാകുന്ന മദീന ചാർട്ടർ എന്ന ഒരു വലിയ നിയമസംഹിത ഉണ്ടാക്കിയെടുത്ത പ്രവാചകർ, അതെ, ഒരു അധികാരി എന്ന നിലയിൽ ലോകത്തിന്റെ മുമ്പിൽ മാതൃക തന്നെയല്ലയോ? അയൽ നാട്ടുകാരായ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന രാജാക്കന്മാരോട് അതേ നയതന്ത്രപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അനുയായികളെ കൊണ്ട് അവരുടെ ഭാഷകൾ പഠിച്ച് അവരുടെ ഇടയിൽ കത്തിടപാടുകാലം നടത്തിയ ഇത്രയും നല്ല മാതൃകായോഗ്യനായ ഒരു നയതന്ത്ര ഇടപാട് നടത്തിയ ഒരു നേതാവിനെ ലോകത്തിന്റെ മുന്നിൽ കാണാൻ സാധ്യമാകുമോ? ഓരോ രാജ്യക്കാരോടും അവിടുത്തെ അധികാരികളോടും സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്ത് അവരോട് കരാറുകൾ നടത്തിയിട്ട് സ്വസ്ഥമായ ഒരു ഭരണസിരാ കേന്ദ്രങ്ങൾ പടുത്തുയർത്തിയ ഇത്രയും നല്ല മിടുക്കനായ ഒരു ഭരണാധികാരിയെ ലോകത്ത് മറ്റെവിടെയെങ്കിലും കാണിച്ചു തരാൻ സാധ്യമാകുമോ? തീർന്നിട്ടില്ല. പ്രവാചകൻ എന്ന ഒരു പോരാളിയുണ്ടല്ലോ. യുദ്ധത്തിന്റെ വേളകളിൽ കടന്നു വരുമ്പോ അനുയായികൾ പറയുന്നുണ്ട് പ്രവാചകർ എപ്പോഴും മുന്നിൽ തന്നെയായിരുന്നു. യുദ്ധത്തിന്റെ വേളകളിൽ അവിടുന്ന് ഒരു ധീരനായ പോരാളിയായിരുന്നു. ഇത്രയും നല്ല ഒരു പോരാളിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു നാട് തന്റെ കീഴിൽ വരുമ്പോൾ, ഒരു കൂട്ടം അനുയായികൾ തന്റെ കീഴിൽ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങളുടെ എല്ലാം മുന്നിൽ നിന്ന ഇങ്ങനെ ഒരു നേതാവിനെ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? മദീനയിൽ ഒരു രാത്രിയിൽ ഭയങ്കരമായ ഒരു ഗർജനം, എന്തോ ഒരു ഭയങ്കര ശബ്ദം കേൾക്കുകയാണ്. മദീനക്കാരെല്ലാം പേടിച്ചു വിറച്ച് എന്താണ് ആ ശബ്ദം എന്നറിയാതെ അവർ ഭയവിഹ്വലരായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ കാണുന്നത് ശബ്ദം കേട്ട് അതേ ഭാഗത്ത് നിന്നും കടിഞ്ഞാനില്ലാത്ത കുതിരപ്പുറത്ത് പ്രവാചകർ ഇങ്ങോട്ട് വരികയാണ്. ഭയപ്പെട്ടു വരുന്ന ആളുകളെ നോക്കി ആരും ഭയപ്പെടേണ്ട, അവിടെ എന്താണ് കാര്യമെന്ന് ഞാൻ പോയി നോക്കിയിട്ടുണ്ട്, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ അതേ ഒരു സമുദായത്തിന് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, അവർക്ക് സംരക്ഷണം ഒരുക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത ഇത്രത്തോളം മാതൃകായോഗ്യനായ ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും പൊതുപ്രവർത്തനം നടത്തിയാൽ നാളെ നിങ്ങളുടെ കാലുകൾ ഇടറിപ്പോകുന്നതായ സിറാത്ത് പാലത്തിൽ നിങ്ങളുടെ കാലുകൾ പടച്ചതമ്പുരാൻ ഉറപ്പിച്ചു നിർത്തുമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിന് വേണ്ടി കേട്ട് എല്ലാവിധ പ്രോത്സാഹനം നൽകിയ ലോകം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിദഗ്ധനായിരുന്നില്ലേ മുത്തുള്ളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അക്രമ രാഷ്ട്രീയത്തെ അവിടുന്ന് നിരുത്സാഹപ്പെടുത്തിയില്ലേ? നീതിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിന് അവിടുന്ന് പ്രോത്സാഹനം നൽകിയില്ലേ? ആർക്കെങ്കിലും അധികാരം കെട്ടുകെട്ട് നീതിയുക്തമായിട്ടാണ് ഭരണം നടത്തുന്നതെങ്കിൽ പടച്ചവനവന് സ്വർഗം നൽകുമെന്ന് പഠിപ്പിച്ച, എന്നാൽ അധികാരം കെട്ടുകെട്ട് ആരെങ്കിലും അനീതിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അള്ളാഹു അവനെ നരക
നരകത്തിലിടുമെന്ന് പഠിപ്പിച്ച പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊതുജനത്തിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ആരെങ്കിലും അഴിമതി കാണിച്ചാൽ അഴിമതിക്കാരൻ ആ അഴിമതി സ്വത്തുമായി നാളെ പാരത്രിക ലോകത്തെ ഹാജരാക്കപ്പെടും. അവന്റെ ഇരുകൈകളും ചേർത്ത് കെട്ടികെട്ട് പടച്ചവൻ നരകത്തിലിടുമെന്ന് പഠിപ്പിച്ച പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും പൊതുപ്രവർത്തനം നടത്തുമ്പോൾ കൈക്കൂലി വാങ്ങിയാൽ കൈക്കൂലി വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഇടനിലക്കാരനും ശപിക്കപ്പെട്ടവനാണെന്ന് പഠിപ്പിച്ച നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പറഞ്ഞാൽ അധികാരി എങ്ങനെയാകണം, ഭരണീയൻ എങ്ങനെയാകണം, രാഷ്ട്രീയക്കാരൻ എങ്ങനെയാകണം, ഒരു പോരാളി എങ്ങനെയാകണം? ഞങ്ങളെ പ്രവാചകനെ നിന്ദിച്ച RSSകാരനോട് അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുന്നു, RSSകാരെ, ഞങ്ങളുടെ പ്രവാചകൻ ഇത് മാത്രമല്ല ഞങ്ങളെ പഠിപ്പിച്ചത്. എങ്ങനെ വൃത്തിയായി മലമൂത്ര വിസർജനം നടത്തണം പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. എടാ, മൂത്രം ഒഴിക്കേണ്ടത് എങ്ങനെയാ ഞങ്ങളുടെ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ടോ? എങ്ങനെ മലമൂത്ര വിസർജനം നടത്തണം, എന്നിട്ട് എങ്ങനെ ശുദ്ധിയാക്കണം ഞങ്ങളുടെ പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. കുടുംബജീവിതം എങ്ങനെ നയിക്കണം? നീയൊക്കെ എന്താ കരുതിയത്? പണത്തിന് വേണ്ടിയിട്ട്, സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിക്കെട്ട് മാന്യമായ ചെരുപ്പുമില്ലാതെ വൃത്തിയുമില്ലാതെ ഇങ്ങനെ നടന്ന കുടുംബജീവിതമാണെന്ന് പഠിച്ചോ? ഞങ്ങൾ ക്ഷണിക്കുകയാണ്, RSSകാരെ ക്ഷണിക്കുകയാണ്, ഈ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ക്ഷണിക്കുകയാണ്. പ്രവാചകന്റെ കുടുംബജീവിതം നിങ്ങളൊന്ന് പഠിക്കണം. പ്രവാചകന്റെ കുടുംബജീവിതം നിങ്ങളൊന്ന് പഠിക്കണം. അതെ, ഭാര്യ എങ്ങനെ നോക്കണം? വീട്ടിലേക്ക് വന്നാൽ ഭാര്യയോട് സംസാരിക്കുന്നതിന് മുൻപ് നീ പല്ല് തേച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ചിട്ട് നിന്റെ ഭാര്യയുടെ മുമ്പിലേക്ക് വരണമെന്ന് പഠിപ്പിച്ച പ്രവാചകർ. അതാണ് പ്രവാചകർ. RSSകാരന് ഇതൊക്കെ അറിയോ? ഉള്ള കഞ്ചാവും എല്ലാം അടിച്ചിട്ട് ഈ ചാണകമൊക്കെ വാരി തിന്നിട്ട് ഈ ശംഭുവും ആ സാധനമൊക്കെ ഉപയോഗിച്ചിട്ട് ദുർഗന്ധം വമിക്കുന്ന നാവുമായിട്ട് സ്വന്തം ഭാര്യയെ അഭിമുഖീകരിക്കുന്ന RSSകാരാ ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ച കുടുംബജീവിതം ഒന്ന് പഠിക്കണോടോ? ഭാര്യയോട് എങ്ങനെ പെരുമാറണം? ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹത്തോടെ നോക്കണം. ഭാര്യ ഭർത്താവിനെയും സ്നേഹത്തോടെ നോക്കണമെങ്കിൽ അവരിലേക്ക് കാരുണ്യവാനായ പടച്ച തമ്പുരാന്റെ നോട്ടമുണ്ടാകുമെന്ന് പഠിപ്പിച്ച പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി. നിന്റെ ഭാര്യയുമായി നീ മണിയറയിലേക്ക് പോകുമ്പോൾ കാത്തിരുന്ന് കിട്ടിയ കനി എന്ന് പറഞ്ഞിട്ട് ഒരു മൃഗം മറ്റൊരു മൃഗത്തിന്റെ മേൽ ചാടി കയറുന്നത് പോലെ ചാടി കയറാൻ പാടില്ലടോ. അത് ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിന്റെ ഭാര്യയോടൊപ്പം മണിയറയിൽ എങ്ങനെയായിരിക്കണം, നിന്റെ ഭാര്യയെ നീ എങ്ങനെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ പഠിപ്പിച്ചു തന്നില്ലേ? ഇതുപോലെ ഒരു വ്യക്തിയെ നമുക്ക് ലോകത്ത് കാണിക്കാൻ പറ്റുമോ? ലോകത്ത് ഒരുപാട് ആരാധ്യ പുരുഷന്മാരുണ്ട്. ആരാധ്യ പുരുഷന്മാർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ആരാധിക്കപ്പെടുന്നവരാ. പക്ഷേ ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങൾക്കൊരു ആരാധ്യ പുരുഷനേ അല്ല. ഞങ്ങളുടെ പ്രവാചകൻ ആരാധ്യ പുരുഷനേ അല്ല. ഇപ്പൊ പള്ളിയിൽ ബാങ്ക് വിളിച്ചു, ഞങ്ങൾ പോയി ഞങ്ങളുടെ തല ഭൂമിയിൽ വെച്ചുകൊണ്ട് സാഷ്ടാംഗ പ്രണാമം നടത്തി സുജൂദ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തല കുമ്പിട്ടുകൊണ്ട് ഞങ്ങൾ റുക്കൂ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ഇതൊക്കെയും ഏകനായ പടച്ച തമ്പുരാനോട് മാത്രമാ. ഒരിക്കലും പ്രവാചകനെ ഞങ്ങൾ ആരാധിക്കാറില്ല. അവിടുത്തെയുടെ മുമ്പിൽ ഞങ്ങൾ സുജൂദ് ചെയ്യില്ല. അവിടുത്തെയുടെ മുമ്പിൽ ഞങ്ങൾ റുക്കൂ ചെയ്യില്ല. അവിടുത്തെയോട് ഞങ്ങൾ പ്രാർത്ഥന നടത്താറില്ല. അവിടുന്ന് ഞങ്ങൾക്കൊരു ആരാധ്യ പുരുഷനെ അല്ല. പക്ഷേ അവിടുന്ന് ഞങ്ങൾക്കൊരു സാധാരണ പുരുഷനുമല്ല. ഞാൻ ചോദിക്കുന്നു, ലോകത്ത് എത്രയോ നേതാക്കന്മാർ, നായകന്മാർ കടന്നുപോയി. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകർ ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ രേഖയുണ്ട്. അവിടുന്ന് ജീവിതകാലത്ത് ഏതൊക്കെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അവിടുന്ന് എന്തൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവിടുത്തെ തലയിലും താടിയിലുമുള്ള രോമങ്ങളിൽ എത്ര രോമങ്ങൾ നരച്ചിട്ടുണ്ട് എന്ന കണക്ക് പോലും ഇസ്ലാമിക സമൂഹം കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ ലോകത്തേതെങ്കിലും ഒരു നായകൻ, ലോകത്തേതെങ്കിലും ഒരു നേതാവിന്റെ ജീവിതം ഇങ്ങനെ ക്ലിപ്തപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ, ഇങ്ങനെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? ഇന്നും 1500 കൊല്ലങ്ങൾക്കിപ്പുറവും ആ പ്രവാചകന്റെ ജീവിതം ലോകത്തിന് വലിയ മാതൃകയല്ലേ? നമുക്കറിയാലോ, ഇപ്പൊ ഒരു കൊറോണ കഴിഞ്ഞ് കടന്നുപോയി. അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും ഇസ്ലാമിനെ എതിർക്കാനും ഇസ്ലാമിനെതിരെ വെറുപ്പ് പുറപ്പെടുവിപ്പിക്കുവാനും ഒക്കെ മാത്രം ശ്രമിച്ചിരുന്നതായ
വാർത്താ മാധ്യമങ്ങളിൽ പോലും വളരെ പ്രശംസിച്ചുകൊണ്ട് ലോകം കൊറോണയെ നേരിടുമ്പോൾ അതിനെ എങ്ങനെയാണ് നാം നേരിടേണ്ടത് എന്ന് വിശ്വാസ സമൂഹത്തെ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു സാംക്രമികമായ പടർന്നു പന്തലിക്കുന്ന ഒരു രോഗം വന്നാൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് ലോകത്തെ ചർച്ചയാക്കപ്പെട്ടിരുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ചർച്ച ചെയ്താൽ ഇതെവിടെ തീരും? ഒരു രോഗം വന്നാൽ എന്ത് ചെയ്യണം? അത് ചർച്ച ചെയ്യാൻ പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയിലൂടെ എങ്ങനെ നടക്കണം പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ ഒരാളോട് സംസാരിക്കണം, എങ്ങനെ ഒരു മനുഷ്യനെ നേരിടണം, നീ എങ്ങനെ പുഞ്ചിരിക്കണം, നിന്റെ സ്വഭാവം എന്താകണം, നിന്റെ നോട്ടം എങ്ങനെയാകണം, നിന്റെ കേൾവി എങ്ങനെയാകണം എന്നിങ്ങനെ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അഖില നിഖില മേഖലകളിലെ ഓരോ നിമിഷങ്ങളും പുണ്യപ്രവാചകർ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ആ പ്രവാചക പുങ്കവരെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. ഞാനൊന്ന് പറയട്ടെ, ഈ ആക്ഷേപത്തിന്റെ പിന്നിൽ, അതിനുശേഷം ഈ ആക്ഷേപിച്ചതായ നികൃഷ്ട ജീവികളെ സംരക്ഷിക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തിലേക്ക് നാം ഓരോരുത്തരും കടക്കുന്നില്ല. ഇതിന്റെ പിന്നിലൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനെ ആക്ഷേപിച്ച നുബൂർ ശർമ്മ എന്ന വൃത്തികെട്ട RSSകാരി വെറുതെ ഇങ്ങനെ ചാനൽ ചർച്ചയിൽ ഉത്തരം മുത്തിയപ്പോൾ ഇങ്ങനെ വന്നതല്ല, മറിച്ച് RSSന്റെ ശാഖകളിലൂടെയും ചർച്ചകളിലൂടെയും അവരുടെയൊക്കെ മസ്തിഷ്കത്തിലേക്ക് പ്രത്യേകം കുത്തി നിറയ്ക്കപ്പെട്ട ഇസ്ലാമിനോടുള്ള വെറുപ്പ് മാത്രമല്ല, ഈ രാജ്യം മുഴുവനും സംഘപരിവാരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെതിരെയുള്ള വംശവെറിയുടെ പേരിലാണ് നുബൂർ ശർമ്മ എന്ന വൃത്തികെട്ട ജന്തുവിന്റെ നാവിൽ നിന്ന് ആ ചാനൽ ചർച്ചയിൽ ഒരു വാർത്ത വന്നത്. സഹോദരങ്ങളെ, നാം ഇപ്പോഴും ആവശ്യപ്പെടുന്നു, നുബൂർ ശർമ്മയായാലും നവീൻ കുമാർ ജിണ്ടാലായാലും പ്രവാചക പുങ്കവരെ ആക്ഷേപിച്ചവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഓരോ ആളുകളും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. ഇത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകളുടെ ആവശ്യമാണ്. ഇത് ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും ആവശ്യമാണ്. കാരണം ഇത് വെറുതെ പറയുന്നതല്ല. നമ്മളൊന്ന് നോക്കണം, ഇന്ത്യ രാജ്യത്തെന്നല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബ് പല സന്ദർഭങ്ങളിലും ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ പ്രവാചകർ ആദ്യമായി ആക്ഷേപിക്കപ്പെട്ടത് എവിടെയാണ്? അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മക്കയുടെ ഒരു കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പരസ്യമായി ഇസ്ലാമിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ അവിടുത്തെ സ്വന്തം മൂത്താപ്പയായ അബൂ ലഹബ് തന്നെ തബ്ബല്ലക യാ മുഹമ്മദ് ലിഹാദാ ജമഅതനാ, മുഹമ്മദേ നീ നശിച്ചു പോകട്ടെ, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു ചേർത്തത് എന്ന് പറഞ്ഞ് ആദ്യമായി പ്രവാചക അവരെ ആക്ഷേപിച്ചതും മക്കയിൽ വെച്ചായിരുന്നു. അവിടുത്തെ സ്വന്തം കുടുംബക്കാരൻ തന്നെയായിരുന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല രാജ്യത്ത് നിന്ന്, പല ഗ്രൂപ്പുകളിൽ നിന്ന്, പല വ്യക്തികളിൽ നിന്ന് പല നിലയിൽ പ്രവാചക പുങ്കവർ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. കാർട്ടൂണുകൾ വരയ്ക്കപ്പെട്ടിട്ടുണ്ട്, സിനിമകൾ ഇറക്കപ്പെട്ടിട്ടുണ്ട്, ഡോക്യുമെന്ററികൾ ഇറക്കപ്പെട്ടിട്ടുണ്ട്, കവിതകൾ എഴുതപ്പെട്ടിട്ടുണ്ട്, ലേഖനങ്ങൾ കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പല നിലയിലും അള്ളാഹുവിന്റെ പ്രവാചകർ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, അപ്പോഴൊക്കെയും ഇന്ത്യ രാജ്യവും ഈ രാജ്യത്തിന്റെ ഭരണകൂടവും എടുത്ത ഒരു നിലപാടുണ്ട്. ഇന്ത്യയുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് അതാണല്ലോ. ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് നാം എപ്പോഴും കൊട്ടിഘോഷിക്കാറുണ്ട്. നാം അഭിമാനത്തോടുകൂടി പറയാറുണ്ട്. ഇന്ത്യക്ക് ലോക ഭൂപടത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന് മുഖം നൽകുന്നത് ഇന്ത്യയുടെ മതേതര ജനാധിപത്യ മുഖപാട്. നാനാത്വത്തിൽ ഏകത്വം, അതേ വിവിധ മതവിഭാഗങ്ങളെ ഒരേ കണ്ണോടുകൂടി നോക്കുന്ന ഒരു രാജ്യമെന്ന ഒരു സന്തോഷമാണ്, ആ ഒരു സന്ദേശമാണ് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയെ എടുത്തുയർത്തി കാണിക്കുന്നത്. എങ്കിൽ നാളിന്നുവരെയും എവിടെയെല്ലാം പ്രവാചക നിന്ന നടത്തപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെയും ഇന്ത്യ രാജ്യം പ്രവാചക നിന്ദകർക്കെതിരായിരുന്നു. ഇവിടുത്തെ ഭരണകൂടം പ്രവാചക നിന്ദകർക്കെതിരായിരുന്നു. കൃത്യമായ നടപടികൾ പെരുമെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ വെള്ളക്കാരുടെ കാലഘട്ടത്തിൽ പോലും 1924 ഇന്ത്യ രാജ്യത്ത് റംഗീലെ റസൂൽ എന്ന പേരിൽ ഹബീബായ റസൂലിനെ ആക്ഷേപിച്ചുകൊണ്ട് ഒരാളൊരു ലഘുലേഖ എഴുതുകയുണ്ടായി. വെള്ളക്കാരുടെ കാലത്ത് അതിനെതിരെ കേസ് വന്നു.
അയാളെ അറസ്റ്റ് ചെയ്തു. 3 വർഷത്തിന് ശേഷം പഞ്ചാബ് ഹൈക്കോടതി അയാളെ കുറ്റവിമുക്തനാക്കി. അപ്പോഴും വെള്ളക്കാരുടെ കാലത്ത് കോടതി പറഞ്ഞത് ഇത് ഇന്ത്യയിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു ക്ഷുദ്ര സാഹിത്യം എന്നായിരുന്നു. ഇന്ത്യയുടെ പാരമ്പര്യം വെള്ളക്കാരുടെ കാലത്ത് പോലും അതായിരുന്നില്ലേ? തസ്ലീമ നസ്റിൽ പ്രിയപ്പെട്ട പ്രവാചകരെ ആക്ഷേപിച്ചപ്പോൾ ഇന്ത്യയുടെ ഭരണകൂടവും ഇന്ത്യയിലെ ജനങ്ങളുമെല്ലാം ഇന്ത്യയിലെ മുസ്ലിമുകൾക്കും പ്രവാചകരുമോടും ഒപ്പമായിരുന്നില്ലേ? 988 സൽമാൻ റുഷ്ദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അമേരിക്കയിൽ വെച്ചുകൊണ്ട് അയാള് സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന ഒരു പുസ്തകം UK-യിൽ വെച്ചുകൊണ്ട് രചിക്കുകയുണ്ടായി. അയാൾക്ക് ഒരുപാട് വായനക്കാർ ഇന്ത്യ രാജ്യത്തുണ്ട്. അയാൾ ആ പുസ്തകം രചിച്ചു പുറത്തു വന്ന് ദിവസങ്ങൾക്കുള്ളിൽ അന്ന് ഇന്ത്യയിലെ മുസ്ലിമുകളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വമായിരുന്ന മഹാനായ ബനാത്വാല സാഹിബും ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബും അന്നത്തെ അധികാരികളെ പോയി കണ്ട് അതിന്റെ അപകടം പറഞ്ഞു കൊടുത്തു. ദിവസങ്ങൾക്കുള്ളിൽ ആ പുസ്തകം ഇന്ത്യ രാജ്യത്ത് നിരോധിക്കപ്പെടുകയുണ്ടായി. ഇത് ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം പ്രവാചക നിന്നയെ കൈകാര്യം ചെയ്ത ഓരോ നിലപാടുകളും ഓരോ സമയങ്ങളും സന്ദർഭങ്ങളുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യക്കൊരു നിലയുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ, അറബി രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ രാജ്യത്തിനൊരു നിലയും വിലയും ഉണ്ടായി. അതിനെ മുഴുവനും പ്രവാചക നിന്ന നടത്തി, ആ പ്രവാചക നിന്നവർക്ക് സംരക്ഷണം കൊടുത്തി. നിലവിൽ ഇന്ത്യയിൽ ഭരണം നടത്തുന്ന RSS നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം ഇന്ത്യ രാജ്യത്തെ ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്തി കളഞ്ഞില്ലേ? ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്തുക ഇത് വെറുതെ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയണം. നുപൂർ ശർമ്മ എന്ന വൃത്തികെട്ട ജന്തു ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ഗ്യാൻവാപ്പി മസ്ജിദിന്റെ ഉള്ളിൽ ഹൗദിന്റെ നടുവിലുണ്ടായിരുന്നതായ വാട്ടർ ഫൗണ്ടൈന്റെ പേരിൽ അത് ശിവലിംഗമാണെന്ന് സമർത്ഥിക്കാൻ പറ്റാതെ ഉത്തരം മുട്ടിയിട്ട്, വീർപ്പ് മുട്ടിയിട്ട്, ശ്വാസം മുട്ടിയിട്ടിരിക്കുമ്പോൾ പറയാൻ മറുപടി ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചുകൊണ്ട് അവർ പൊട്ടിത്തെറിക്കുകയുണ്ടായി. നുപൂർ ശർമ്മ എന്ന വൃത്തികെട്ട ജന്തു. നമ്മൾ ചിന്തിക്കണം, ഇത് ഏതെങ്കിലും ഒരു പെണ്ണുമ്പിള്ളയാണോ? നമ്മുടെയൊക്കെ നാട്ടിലെ കാരാളി ജംഗ്ഷനിലോ ശാസ്താംകോട്ടയിലോ മൈനാഗപ്പള്ളിയിലോ ഉള്ള ഏതെങ്കിലും ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ വിവരമില്ലാത്ത RSSകാരനാണെങ്കിൽ അത് അവന് വിവരമില്ലാത്താണോ എന്ന് വെക്കാം. പക്ഷേ അങ്ങനെയല്ല. ആരാ നുപൂർ ശർമ്മ എന്ന് പറയുന്നത്? ഇന്ത്യ രാജ്യത്ത് ഭരണം കൈയാളുന്നതായ BJPയുടെ ദേശീയ ഔദ്യോഗിക വക്താവാണ് നുപൂർ ശർമ്മ. അഥവാ BJPയുടെ ശബ്ദമാണ്, ഭരണകൂടത്തിന്റെ ശബ്ദമാണ് നുപൂർ ശർമ്മ എന്ന് പറയുന്നത്. ആ ഭരണകൂടമാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ ആക്ഷേപിച്ചത്. എന്നിട്ട് അവർ പറഞ്ഞ എന്താ? ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ വീഡിയോ ക്ലിപ്പിനെ BJPയുടെ മീഡിയ ഇൻചാർജായ നവീൻ കുമാർ ജിണ്ടൽ എന്ന് പറയുന്ന ആളെടുത്ത് ലോകം മുഴുവനും പ്രചരിപ്പിച്ചു. ആ വീഡിയോ ലോകത്തെല്ലായിടത്തും എത്തി. ചാനൽ ചർച്ച കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നിമിഷങ്ങൾക്ക് മുമ്പ് നുപൂർ ശർമ്മ പറയുന്നു, സാക്ഷാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നും എനിക്ക് ഫോൺ കോൾ വന്നു, എന്നെ പ്രശംസിച്ചുകൊണ്ട്, എനിക്ക് പിന്തുണ നൽകിക്കൊണ്ട്. തീർന്നിട്ടില്ല. സാക്ഷാൽ അമിത്ഷായുടെ ഓഫീസിൽ നിന്നും എനിക്ക് ഫോൺ കോൾ വന്നു. നാം കരുതേണ്ടത് ഇതൊരു സാധാരണമായ ഒരു പ്രവാചക നിന്നയല്ല, മറിച്ച് സംഘപരിവാരത്തിന്റെ ആശയത്തിന്റെയും അജണ്ടയുടെയും അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട ഭരണകൂടത്തിന്റെ ഒത്താശയോടെ, RSSന്റെ ഒത്താശയോടെ, BJPയുടെ ഒത്താശയോടെ ഇന്ത്യ രാജ്യത്ത് നടത്തപ്പെട്ട ഒരു പ്രവാചക നിന്നയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രവാചക നിന്ന നടത്ത വൃത്തികെട്ടവളെ വിളിച്ചിട്ട് അവൾക്ക് പ്രോത്സാഹനം കൊടുത്തിരിക്കുക. അമിത്ഷാ ഫോൺ ചെയ്തിരിക്കുക. അതൊരു നിസാര വിഷയമാണോ? ഇന്ത്യയുടെ പാരമ്പര്യത്തിന് നിരക്കുന്ന കാര്യമാണോ ഇത്? ഇന്ത്യയുടെ സംസ്കാരത്തിന് നിരക്കുന്ന കാര്യമാണോ ഇത്? അവിടെയും തീർന്നിട്ടില്ല. അറബി ലോകങ്ങളിൽ നിന്നും പ്രതിഷേധമുണ്ടായി. ആദ്യമായി ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ അംബാസഡറിനെ ക്ഷണിച്ചിട്ട് അയാളോട് വിശദീകരണം ചോദിച്ചു. നിങ്ങളുടെ രാജ്യത്തെ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക വക്താവ് പ്രവാചക പുങ്കരനെ ആക്ഷേപിച്ചുവല്ലോ. ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം തേടി. അപ്പോൾ പോലും നുപൂർ ശർമ്മക്കെതിരെ കൃത്യമായി നടപടിയെടുക്കാൻ ഇന്ത്യൻ ഭരണകൂടം തയ്യാറായില്ല. പിന്നീട് ഒമാന്റെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നെ പാകിസ്ഥാനും മറ്റ് രാജ്യങ്ങളും ഒക്കെ വന്നപ്പോൾ പ്രവാചക നിന്നരെ ചോദ്യം ചെയ്തതെല്ലാം തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമെന്ന് പറഞ്ഞ് ഇന്ത്യൻ ഭരണകൂടം കൈകഴുകി. നമ്മൾ നോക്കണം, ഒരു ഭരണകൂടം പ്രവാചക നിന്നകരെ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്? അവർക്കെതിരെ നടപടിയൊന്നുമില്ല. പിന്നെന്താ ചെയ്തത്? പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അവരെ പുറത്താക്കുക, അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യയെ ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്തിയതിനെതിരെ രാഷ്ട്രദ്രോഹ കേസില്ല.
ഒരു മണിക്കൂർ പോലും അവരെ അറസ്റ്റ് ചെയ്തില്ല. മതവിദ്വേഷം പ്രചരിപ്പിച്ചതിന് കേസില്ല. ലോകരാജ്യങ്ങളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി. കുവൈറ്റ് ഇടപെട്ടു, സൗദി അറേബ്യ ഇടപെട്ടു, അഫ്ഗാൻ ഇടപെട്ടു, സാക്ഷാൽ അമേരിക്ക പോലും ഇടപെട്ടു. 2 ദിവസം മുമ്പ് വീണ്ടും അമേരിക്കയിൽ നിന്നും അമേരിക്ക ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകളുടെ വിഷയത്തിൽ. അമേരിക്ക പോലും ഇടപെട്ടു. അമേരിക്കയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും നഗരങ്ങളിലും ചിക്കാഗോയിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പോലും നടത്തി. ഐക്യരാഷ്ട്രസഭ ഇടപെട്ടു, ഇന്ത്യൻ ഭരണകൂടത്തോട് വിശദീകരണം ചോദിച്ചു. അപ്പോഴും കൃത്യമായ ഒരു മറുപടിയില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില വർഗീയ എലമെന്റ്സിന്റെ വികാരം മാത്രമാണതെന്ന് പറഞ്ഞ് നുപൂർ ശർമ്മയെ സംരക്ഷിക്കുകയായിരുന്നു ഇന്ത്യയുടെ ഭരണകൂടം. നാളുന്ന് വരെയുള്ള ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ നിലപാടിനെതിരല്ലയോ അത്? ഇന്ത്യ രാജ്യം മുഴുവനും നാണം കെട്ടു. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ മാപ്പ് പറയേണ്ടെന്ന അവസ്ഥ പോലും സംജാതമായില്ലേ? ലോകത്തിന്റെ മുമ്പിൽ നമുക്കറിയാം ഇന്ത്യക്കാരായ ഒരുപാട് സഹോദരങ്ങൾ വിദേശ നാടുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അറേബ്യൻ നാടുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, സൗദി അറേബ്യയിലെ വലിയ വലിയ ഷെയ്ഖന്മാരുടെ ഓഫീസിൽ പോലും ജോലി ചെയ്യുന്ന ഹിന്ദുക്കളായ ക്രിസ്ത്യാനികളായ ഒരുപാട് ഇന്ത്യക്കാരായ സഹോദരങ്ങളെ നമുക്കറിയാം. അവരുടെ വിശ്വസ്തരായ ഡ്രൈവർമാരായി ജോലി ചെയ്യുന്ന ഒരുപാട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമുണ്ട്. അവരൊക്കെ ആ ഷെയ്ഖന്മാരുടെ മുന്നിൽ സംശയത്തിന്റെ കണ്ണോടുകൂടി നോക്കേണ്ടി വന്നില്ലേ? അവസാനം അറബി നാടുകളിലുള്ള ഇന്ത്യക്കാരെല്ലാം അവരുടെ കഫീലുമാരുടെ മുമ്പിൽ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വന്നു. വല്ലാഹി അന ഹിന്ദി ലേക്കിൻ മാഫി സംഘി, ഞാനൊരു ഇന്ത്യക്കാരനാണ്, പക്ഷേ ഞാനൊരു സംഘിയല്ല എന്ന് പറയേണ്ടുന്ന ഗതികേടിലേക്ക് ആ നാട്ടുകാരെ ഇന്ത്യക്കാരെ മുഴുവനും എത്തിച്ചില്ലേ? അതുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിമുകൾ പറയുന്നത്, അതുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ പറയുന്നത്, ഇന്ത്യ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മുഖത്തെ തകർത്ത് തരിപ്പണമാക്കി ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്തിയ RSSകാരെ മാതൃകാപരമായി രാജ്യദ്രോഹത്തിന് ശിക്ഷിക്കണമെന്ന്. തീർന്നിട്ടില്ല. രണ്ടാമത്തേത്, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നിലവാരത്തിന്റെ നട്ടെല്ല് തല്ലിയൊടിച്ചില്ലേ? ആകെ തന്നെ ഇവിടെ തകർന്ന് തരിപ്പണമായി. ഇന്ത്യയുടെ സാമ്പത്തിക നിലവാരം തകർന്ന് തരിപ്പണമായി മുട്ടിലടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോട്ട് നിരോധനം, GST, അതേപോലെ തന്നെ മണ്ടത്തരങ്ങൾ മാത്രമല്ല സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവന്നു. ഖജനാവ് കാലിയായി. ഇവിടെ വില കൂടുതൽ കയറുകയാണ്, ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. ഇന്ധനത്തിനും നിത്യോപയോഗ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു ശ്രീലങ്കയാകുമെന്നുള്ള മുന്നറിയിപ്പ് സാമ്പത്തിക വിദഗ്ധന്മാർ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്രകാരമുള്ള പ്രവാചക നിന്ദയുണ്ടാവുകയും ഭരണകൂടം അവരെ സംരക്ഷിക്കുകയും ചെയ്തത്. അപ്പൊ എന്തുണ്ടായി? അറബ് രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഇന്ത്യയെ ഇത്രയേറെ തകർത്ത, ഇന്ത്യയെ ഇത്രയേറെ നാണം കെടുത്തിയ മറ്റൊരു സംഭവം ഉണ്ടായോ? നുപൂർ ശർമ്മക്കെതിരെ നടപടിയില്ല എന്ന് മാത്രമല്ല, അവിടെ കൊണ്ടു ആ വിഷയം അവസാനിപ്പിച്ചോ? സഹോദരങ്ങളെ, അവിടെ കൊണ്ടും ആ വിഷയം അവസാനിക്കപ്പെട്ടിട്ടില്ല. പിന്നെയോ, ഇതിനെതിരെ ആരെല്ലാം പ്രതികരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം എതിരെ കേസ്. നുപൂർ ശർമ്മക്കെതിരെ അവസാനം നിർബന്ധിക്കപ്പെട്ട് പേരിനൊരു കേസ്, എന്നാൽ അവർക്കെതിരെ മാത്രമല്ല കേസ്. ആരെല്ലാം അവർക്കെതിരെ പ്രതികരിച്ചു? എല്ലാവർക്കും കേസ്. സാക്ഷാൽ അസദുദ്ദീൻ ഉവൈസിക്കെതിരെ വരെ കേസെടുത്തിരിക്കുന്നു. പിന്നീട് കാൺപൂരിലുള്ള മുസ്ലിമുകൾ ഈ പ്രവാചക നിന്ദക്കെതിരെ തെരുവിലിറങ്ങിയപ്പോൾ 50-ലധികം വരുന്നതായ മുസ്ലിമുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു പീഡിപ്പിച്ചു. എന്നിട്ട് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ വീടുകളും അവരുടെ കെട്ടിടങ്ങളുമെല്ലാം അനധികൃതമായ സ്ഥലങ്ങളിൽ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് വരുത്തി തീർത്തിട്ട് ഈ കെട്ടിടങ്ങൾക്കെതിരെയെല്ലാം ബുൾഡോസർ രാജ് നടപ്പാക്കി അതും മുഴുവനും തകർത്ത് തരിപ്പണമാക്കി. ഇന്ത്യയുടെ ഭരണകൂടം പ്രവാചക നിന്ദയെ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാ. എന്നിട്ട് എന്തുണ്ടായി? ആ ഇരകളാക്കപ്പെട്ട, അറസ്റ്റ് ചെയ്യപ്പെട്ട, ബുൾഡോസർ രാജിന് വിധേയരാക്കപ്പെട്ട ആ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ഒന്ന് കാണാൻ, അവർക്ക് പിന്തുണ കൊടുക്കാൻ ഒരു MP, കേരളത്തിൽ നിന്നും മലയാളിയായ MP, സാക്ഷാൽ ET മുഹമ്മദ് ബഷീർ സാഹിബ് അവരെ കാണാൻ വേണ്ടി കിട്ടിയ യാത്രയായി. പക്ഷേ എന്ത് ചെയ്തു? സംഘപരിവാരത്തിന്റെ പോലീസ് ആ പാർലമെന്റിന്റെ ഒരു മെമ്പറിനെ രാത്രിയുടെ നിശബ്ദതയിൽ അദ്ദേഹത്തെ പിടിക്കുകയും ഏതോ അജ്ഞാത കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം താമസിപ്പിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. പ്രതിഷേധങ്ങൾക്കൂടെ അദ്ദേഹത്തെ വെറുതെ വിട്ടു. അവിടെയും തീർന്നില്ല. പിന്നീട് നാം കാണുന്നത് പോലെ
ജാർഖണ്ഡിലെ റാഞ്ചിയിൽ പ്രതിഷേധിച്ച ആളുകൾക്കെതിരെ സംഘപരിവാരവും പോലീസും പട്ടാളവും ചേർന്ന് ബോംബെറിയുകയും വെടിവെച്ച് 2 പാവപ്പെട്ട ചെറുപ്പക്കാരെ കൊന്നുകളയുകയും ചെയ്തു. യുപിയുടെ തെരുവോരങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതെന്താ? പ്രവാചക നിന്നക്കെതിരെ ആര് രംഗത്ത് വരുന്നുണ്ടോ അവർക്കെതിരെയൊക്കെ നടപടിയാണ്. അവരുടെ വീട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അഫ്രീൻ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ വീട് പൊളിച്ചിരിക്കുകയാണ്. അവളുടെ പ്രിയപ്പെട്ട പിതാവുണ്ട്, വെൽഫെയർ പാർട്ടിയുടെ ദേശീയ നേതാവായ മുഹമ്മദ് ജാബീദ് എന്ന് പറയുന്ന സഹോദരൻ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. കുടുംബത്തിന് പോലും ഒന്ന് പോയി കാണാൻ പറ്റുന്നില്ല. എന്തിന്റെ പേരിലാണിത്? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചതിന്റെ പേരിൽ, ആ ഹബീബായ റസൂലിനെ ആക്ഷേപിച്ചതിന്റെ പേരിൽ പ്രതിഷേധം നടത്തിയപ്പോൾ, ആ പ്രതിഷേധം നടത്തുമ്പോൾ ഈ പ്രവാചകനെന്ന് നടത്തിയ RSSനെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ, RSSനെതിരെ ശബ്ദമുയർത്തിയപ്പോൾ, RSSനെതിരെ പൊതുജനം തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ ആ പൊതുജനങ്ങൾക്കെതിരെ കേസ്, അവരെ അറസ്റ്റ് ചെയ്യുന്നു, ബുൾഡോസർ രാജ് നടപ്പിലാക്കുന്നു. ഇന്ത്യ രാജ്യം ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ രാജ്യം ഇത്രയും വലിയൊരു കുഴപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ അതൊക്കെ അങ്ങ് തീർന്ന കേസല്ലേ മുസ്ലിയാരെ? ഇനിയും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇന്ന് വരെയും നൂപൂർ ശർമ്മയെ അറസ്റ്റ് ചെയ്തിട്ടില്ല, നവീൻ ജിണ്ടാലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യക്കേറ്റ കളങ്കത്തിന് അതിനൊരു മറുപടി ഉണ്ടാക്കാൻ RSSനും സംഘപരിവാരത്തിനും സാധിച്ചിട്ടില്ല. അഥവാ അതാണ് സഹോദരങ്ങളെ ഞാൻ പറയുന്നത്, ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ അജണ്ടകളെ തിരിച്ചറിയണം. സംഘപരിവാരം ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാമിനെയും മുസ്ലിമുകളെയും ഇസ്ലാമിന്റെ അടയാളങ്ങളെയും ഇന്ത്യ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു വംശവെറി പ്രചരിപ്പിക്കണം സംഘപരിവാരത്തിന് ഈ രാജ്യത്ത് വംശീയ ഉന്മൂലനം നടത്താൻ വേണ്ടി. നാം കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ, നമ്മുടെ പള്ളികളിൽ അവർ കൈവയ്ക്കുകയാണ്. ബാബരി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ടും തീർന്നിട്ടില്ലല്ലോ. വീണ്ടും ഇതാ ഗ്യാൻവാപ്പിയിലേക്ക് കടക്കുകയാണ്, മധുര ക്ഷേത്രത്തിലേക്ക് കടക്കുകയാണ്, കുത്തുബ് മിനാറിലേക്ക് കടക്കുകയാണ്. ഇതിവിടെയൊക്കെ നാം നിശബ്ദത പാലിച്ചാൽ ഇങ്ങ് കേരളക്കരയുടെ മണ്ണിൽ പോലും ഭീമാപള്ളിയിലും കടുവാപ്പള്ളിയിലും പാളയം പള്ളിയിലും പോലും നാളെ ഒരു ദിവസം സംഘപരിവാരം അവകാശം ഉന്നയിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. നമ്മുടെ പള്ളിയിൽ കൈവയ്ക്കുന്നു. മുസ്ലിമുകളെല്ലാം അമ്പലങ്ങൾ തകർത്തിട്ടാണ് പള്ളി ഉണ്ടാക്കുന്നത് എന്ന പച്ച കള്ളം പ്രചരിപ്പിച്ചിട്ട് സംഘപരിവാരം വംശവെറി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയും തീർന്നിട്ടില്ല. പിന്നെ എന്താ? ഇസ്ലാമിക ശരീഅത്തിന്റെ മേൽ കൈവയ്ക്കുകയാണ്. ഇസ്ലാമിക ശരീഅത്ത് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് സംഘപരിവാരം പറയുന്നു. ആരാ? 10,000-കണക്കിന് സ്ത്രീകളെ കലാപങ്ങളിലൂടെ ബലാത്സംഗം ചെയ്ത, ഒരുപാട് സ്ത്രീകളെ വിധവകളാക്കിയ, ഒരുപാട് സ്ത്രീകളെ പിച്ചു ചീന്തിയ, ഒരുപാട് ഗർഭിണികളായ സ്ത്രീകളുടെ അടിവയറ്റിലേക്ക് തൃശൂലം കുത്തിക്കയറ്റി ഗർഭസ്ഥ ശിശുവിനെ എടുത്ത് തീയിലിട്ട് കരിച്ചരിച്ചു കൊന്നുകളഞ്ഞ RSSും സംഘപരിവാരവും പറയുന്നു ഇസ്ലാമിക ശരീഅത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് എന്താണ്? ഇവിടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം. അതുകൊണ്ട് ത്വലാഖ് ഒരു ക്രിമിനൽ കുറ്റമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കോ അതുപോലെയുള്ള മേഖലകളിലേക്കോ കടന്നു വരാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പോലും ഇവിടെ നിരോധിക്കണമെന്ന് പറയാ, ജുമാ നിരോധിക്കണമെന്ന് പറയാ, നിസ്കാരം നിരോധിക്കണമെന്ന് പറയാ, ബാങ്ക് വിളിയിൽ പോലും ജിഹാദ് കണ്ടെത്തുകയാണ്, ഹലാലിൽ പോലും ജിഹാദ് കണ്ടെത്തുകയാണ്. ഇങ്ങനെ മുസ്ലിമിനും ഇസ്ലാമിനുമെതിരെ വംശവെറി പ്രചരിപ്പിച്ചിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ മുന്നിൽ മുസ്ലിമുകൾ അപകടകാരികളാണ് എന്ന് വരുത്തി തീർത്തിട്ട്, മുസ്ലിമുകൾ ഭീകരവാദികളാണ് എന്ന് വരുത്തി തീർത്തിട്ട് ഈ രാജ്യത്തൊരു വംശീയ ഉന്മൂലനം നടത്തി ഇസ്ലാമില്ലാത്ത മുസ്ലിമുകളില്ലാത്ത ഒരു ഇന്ത്യ രാജ്യം പടുത്തുയർത്തി. ഏകദേശം 925ഓടുകൂടി ഇന്ത്യ രാജ്യത്തെ ഒരു പരിപൂർണ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും, മുമ്പ് ഇവിടെ ബഹുമാനനായ സുലൈമാൻ ദാരിമി സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും ഇവിടുത്തെ ദലിത് മക്കളെയും എല്ലാം പേപ്പട്ടികളെ പോലെ അടിമകളാക്കി തെരുവോരങ്ങളിട്ട് തല്ലിക്കൊല്ലാൻ സംഘപരിവാരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുഷ്ടശക്തികളുടെ കൈപിടിക്കാൻ, അവർക്കെതിരെ ശബ്ദമുയർത്താൻ, അവർക്കെതിരെ പ്രതിരോധത്തിൻ്റെതായ ശബ്ദമുയർത്തിക്കൊണ്ട് കടന്നു വരാൻ ഇന്ത്യ രാജ്യത്തോട് കൂറുള്ള, ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള, ഈ രാജ്യത്തോട് സ്നേഹമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തയ്യാറാകണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ വിനീതന് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് കേവല ചില പ്രതിഷേധ നടപടികളിലൂടെ തീരാനുള്ളതല്ല ഇത്. അല്ലെങ്കിൽ സംഘപരിവാരത്തിനെതിരെ കേവലം ഒരു പ്രവാചകൻ എന്ന് വരുമ്പോഴോ ഒരു NRC
NRCയും CAA വരുമ്പോഴോ മാത്രം നാം തെരുവിലിറങ്ങേണ്ടതല്ല. മറിച്ച് സംഘപരിവാരം രാജ്യത്തിന് അപകടമാണ്. RSSനെതിരെ ആരെന്തു പറഞ്ഞാലും അത് ഹിന്ദു സമൂഹത്തിനെതിരെയുള്ളതാണ് എന്ന് വരുത്തി തീർത്ത് RSSനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ കേസാണ്. അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും. RSSനെതിരെ ശബ്ദിച്ചാൽ കുഴപ്പമാണ്. RSSനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അത് ഇന്ത്യക്കെതിരെ പറഞ്ഞതാണ്. RSSനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അത് ഹിന്ദു സമൂഹത്തിനെതിരെ പറഞ്ഞതാണ് എന്ന ഒരു തെറ്റിദ്ധാരണ, ഒരു കുപ്രചരണം സംഘപരിവാരം ഇവിടെ പ്രചരിപ്പിച്ചു വിട്ടപ്പോൾ മുസ്ലിം പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ, മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ, ഒരു പക്ഷേ ഈ ഇരിക്കുന്ന ഓരോ ആളുകളും ഉൾപ്പെടെ പലരും അത് കണ്ണടച്ച് വിശ്വസിച്ചു. RSSനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരെ പറയുന്നത് എന്തിനാണെന്ന ഞാനൊന്ന് ചോദിക്കട്ടെ. ഇവിടെ RSS കലാപം നടത്തുന്നത് രാമന്റെ പേരിലല്ലയോ? പള്ളി പൊളിച്ചത് രാമന്റെ പേരിലല്ലയോ? ഇപ്പോൾ ഇതാ ശ്രീകൃഷ്ണ ജയന്തിയുടെ പേരിൽ അക്രമങ്ങൾ അഴിച്ചുവിടാൻ പോവുകയാണ്. രാമനവമിയുടെ പേരിൽ, ഹനുമാൻ ജയന്തിയുടെ പേരിൽ ഒരേ ദിവസം ഒരേ സമയം 13 സംസ്ഥാനങ്ങളിൽ കലാപം അഴിച്ചുവിട്ടു. നമ്മുടെ ജീവന്റെ ജീവനായ മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചു. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കണം, സംഘപരിവാരം ഇതൊക്കെ ചെയ്യുമ്പോഴും തിരിച്ച് RSSനെ പറയുമെന്നല്ലാതെ, RSSന്റെ വൃത്തികെട്ട പ്രത്യയശാസ്ത്രത്തെ പറയുമെന്നല്ലാതെ നാളിന്ന് വരെ ഏതെങ്കിലും ഒരു ഹൈന്ദവ ദേവിയോ ദേവനെയോ ഇവിടുത്തെ മുസ്ലിമുകളോ ഇവിടുത്തെ പ്രസ്ഥാനങ്ങളോ ഇവിടുത്തെ പ്രഭാഷകന്മാരോ ആക്ഷേപിച്ചിട്ടുണ്ടോ? ഒരു ഹിന്ദു സ്വാമിയുടെ ഒരു ഹിന്ദി പ്രസംഗം നമ്മൾ കേട്ടു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ശ്രീരാമൻ സീതാദേവിയെ കല്യാണം കഴിക്കുമ്പോ സീതാദേവിക്ക് 6 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്ന്. ഏതെങ്കിലും ഒരു മുസ്ലിം അതെടുത്ത് പറഞ്ഞ ആക്ഷേപ സ്വരത്തിൽ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ടോ? ശ്രീകൃഷ്ണന് 16,108 ഭാര്യമാരുണ്ട് എന്ന് ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം ഇതിനെ ആക്ഷേപ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഗോപികമാരിൽ കുളിക്കുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ എടുത്തുമാറ്റിയിട്ട് ശ്രീകൃഷ്ണന്റെ ലീലകളും വിളയാടലുകളും അതെ ഹൈന്ദവ ആദർശങ്ങളിൽ, ഹൈന്ദവ ഐതിഹ്യങ്ങളിലും കാണാം. ഏതെങ്കിലും ഒരു മുസ്ലിം ഇതിനെ ആക്ഷേപസ്വരത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ശിവനും പാർവതിയും തമ്മിലുള്ള രതിക്രീഡകളെയും ശിവലിംഗത്തിന്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം RSSനെതിരെ മറുപടി പറയുമ്പോൾ ആക്ഷേപിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം നാം പറയുന്നത് RSSനെയാണ്. RSSന് ഹിന്ദു സമൂഹവുമായി ഒരു ബന്ധവുമില്ല. RSSന് ഹിന്ദു ദർശനവുമായി ഒരു ബന്ധവുമില്ല. RSSന് ഹൈന്ദവ സനാതന ധർമ്മങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. രാമന്റെ പേര് പറഞ്ഞുകൊണ്ട് കലാപം നടത്തുന്നവരാണ് RSS. കൃഷ്ണന്റെ പേര് പറഞ്ഞുകൊണ്ട് കലാപം നടത്തുന്നവരാണ് RSS. ശിവന്റെ പേര് പറഞ്ഞുകൊണ്ട് പള്ളി പിടിച്ചെടുക്കാൻ വരുന്നവരാണ് RSS. ഹിന്ദു ധർമ്മത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അടയാളങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് ഹൈന്ദവ തീവ്രവാദം വളർത്തുന്നവരാണ് RSS. അതുകൊണ്ട് ഈ രാജ്യത്തോട് കൂറുള്ളവരാണ് എങ്കിൽ, രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളവരാണ് എങ്കിൽ RSSനെതിരെ പറഞ്ഞാൽ ഒരു കേസല്ല 1000 കേസെടുക്കുന്നെങ്കിൽ എടുത്തുകൊള്ളട്ടെ. ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ വൃത്തികെട്ട പ്രത്യയ ശാസ്ത്രമാണ് RSS. ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളാണ് RSS. ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ മതരാഷ്ട്രവാദികളാണ് RSS. ഇന്ത്യ രാജ്യത്തിന് അപകടമാണ് RSS. ഈ രാജ്യത്ത് നിന്ന് RSSനെ പുറംതട്ടിയിട്ടല്ലാതെ ഈ രാജ്യത്തിന് സംരക്ഷണമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ രാജ്യത്തോട് സ്നേഹമുള്ള, രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള നാം ഓരോരുത്തരും തയ്യാറാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി അത് അനുധാവനം ചെയ്ത് യഥാർത്ഥ പ്രവാചക അനുയായികളായി, യഥാർത്ഥ പ്രവാചക അനുരാഗികളായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ.